രക്ഷപ്പെടുത്തിയ അച്ഛന്മാരുടെ കഥ കേട്ടിട്ടുണ്ടാവാം. അച്ഛൻ്റെ പിടിവാശി കാരണം സൂപ്പർ സ്റ്റാർ പദവി നഷ്ടപ്പെട്ട മകൻ്റെ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പണ്ട് തമിഴ് സിനിമയിൽ തിളങ്ങി നിന്ന പ്രശാന്തിനെ ഓർമ്മയില്ലേ? ഒരു കാലത്ത് കമലഹാസന് ശേഷം ആ സ്ഥാനം പിടിച്ചടക്കാൻ പോകുന്നത് നടൻ പ്രശാന്ത് ആയിരിക്കുമെന്ന് എല്ലാവരും വിശ്വസിച്ചിരുന്നു. ആദ്യ സിനിമയിൽ തന്നെ ഡാൻസിനും ഫൈറ്റിനും ഒക്കെ പ്രശാന്ത് തകർപ്പൻ പ്രകടനമായിരുന്നു കാഴ്ചവെച്ചത്. അക്കാലത്ത് ഇത്രയും നന്നായി ഫൈറ്റും ഡാൻസും ഒക്കെ വരുന്നത് മറ്റൊരു നടനില്ലായിരുന്നു എന്ന് തന്നെ പറയാം. ഒരു ആക്ഷൻ ഹീറോയ്ക്ക് വേണ്ട എല്ലാ ലക്ഷണങ്ങളും അന്ന് പ്രശാന്തിനുണ്ടായിരുന്നു. അജിത്ത് സൂര്യ ധനുഷ് മമ്മൂട്ടി സ്റ്റേജിൽ സജീവമാവുന്നതിന് മുമ്പ് പ്രശാന്ത് വലിയൊരു സൂപ്പർ സ്റ്റാറായി മാറിയിരുന്നു. തിരുനെൽവേലി ഭാഗത്തൊക്കെ പോയാൽ മിക്ക വീടുകളിലും പ്രശാന്തിൻ്റെ ഫോട്ടോ കാണാമായിരുന്നു. അത്രയ്ക്ക് വലിയ ആരാധക വൃന്ദമായിരുന്നു അന്ന് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. പിന്നീട് ജീൻസ് പോലുള്ള സിനിമകളിലൂടെ ഒരു ചോക്ലേറ്റ് ബോയ് ഇമേജും പ്രശാന്തിന് കിട്ടി. പക്ഷേ പ്രശാന്തിൻ്റെ കരിയറിലും ജീവിതത്തിലും അച്ഛൻ്റെ ത്യാഗരാജിൻ്റെ അമിത ഇടപെടലുകൾ ദോഷം ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. മകന് നല്ലത് വേണമെന്ന് കരുതി തന്നെയായിരിക്കാം അച്ഛൻ ഇതൊക്കെ ചെയ്തത്. പക്ഷേ പ്രശാന്ത് എപ്പോഴും അച്ഛൻ്റെ നീരിലായിപ്പോയി. സിനിമയിലെ കഥകൾ കേൾക്കുമ്പോൾ പോലും അച്ഛനായിരുന്നു പല കാര്യങ്ങളും തീരുമാനിച്ചിരുന്നത്. പ്രശാന്ത് വിവാഹം കഴിച്ചതും അച്ഛൻ കണ്ടെത്തിയ പെൺകുട്ടിയെ തന്നെയായിരുന്നു. പക്ഷേ ആ ബന്ധം ഒരു വലിയ ദുരന്തമായിട്ടാണ് അവസാനിച്ചത്. 53 വയസ്സായിട്ട് ഇന്നും പ്രശാന്ത് അച്ഛൻ്റെ നീരിൽ തന്നെയാണ് കഴിയുന്നത്. ഒരു പ്രായം കഴിഞ്ഞാൽ സ്വന്തം ജീവിതം നമ്മൾ തന്നെ മുൻപോട്ട് കൊണ്ടുപോകണം. എന്നാൽ പ്രശാന്തിൻ്റെ കാര്യത്തിൽ അത് നടന്നില്ല. പ്രശാന്തിൻ്റെ ജീവിതം പരാജയപ്പെടാൻ കാരണം അച്ഛൻ ത്യാഗരാജൻ തന്നെയാണെന്ന് എന്ന് ബാലാജി പ്രഭുവിനെ പോലുള്ളവർ പുറം തുറന്ന് പറയുന്നുണ്ട്. എന്ത് തന്നെയായാലും ഇത്രയും കഴിവുള്ള ഒരു നടൻ ഇങ്ങനെ ഒതുങ്ങിപ്പോയതിൽ വലിയ വിഷമമുണ്ട്.